ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ മലേഷ്യൻ സാബുവിൻ്റെ എൻഗേജ്മെന്റ് ആണ്. ഇതാണ് നമ്മളെ ബാദുഷ ഓപ്പൺ കണ്ണൻ സ്റ്റാർ. ഇതാണ് നമ്മളെ സ്പെഷ്യൽ എഡിഷൻ ബാംഗ്ലൂർ വാല. ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരാളുണ്ട്, അത് ഞാൻ വയ്യേ പറഞ്ഞുതരാം. അതെ, ഇതാണ് നമ്മളെ സാക്ഷാൽ കഥാനായകൻ. അതെ, മലേഷ്യൻ ഷഹബാസ് മലേഷ്യൻ. അങ്ങനെ ഞങ്ങൾ ആട്ടിത്തൊഴിച്ച് എത്തിയപ്പോത്തിന് അതിന്റെ മാറ്റലൊക്കെ കഴിഞ്ഞു. പിന്നെ ചെറിയ ഡെക്കറേഷൻ വർക്കുകൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ പൗഡർ കൊടുത്ത് സംജി തേക്കൽ തുടങ്ങി. തേക്കാൻ പിന്നെ സംജീനൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. ആ തേമ്പല കണ്ടിട്ട് അവന്റെ കമ്പനി കളർ മൊത്തം അങ്ങോട്ട് പോരും തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ചെക്കൻ്റെ ആദ്യത്തെ പരിപാടിയല്ലേ, ഒന്ന് കളറാക്കാൻ വിചാരിച്ചിട്ടേ കാരണം. ഏതായാലും ചെക്കനൊക്കെ ഏകദേശം മെനിയൊക്കെ സെറ്റപ്പായി കുട്ടപ്പനായി. ഇതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റാള്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ ചളി. ഉത്സവത്തിന്റെ അടി കൂടെ പുട്ടച്ചോടെന്ന് പറഞ്ഞ മാതിരി അതിന്റെ അടിയിൽ കൂടെ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്. അസ്താഫുറുള്ള പഠിച്ചോ കാണുന്നുണ്ടല്ലോ, എന്നിട്ട് അതിന്റെ അടിവാൻ്റെ ഒരു മോയിന്ത് ചെറി. അങ്ങനെ ചെക്കൻ ഏതായാലും സെറ്റപ്പാക്കി ഇറങ്ങാനായി. നാലാരാവ് ചിരിയും ചിരിച്ചാണ് ചെക്കനോട് ഇറങ്ങി. അങ്ങനെ ചെക്കനെ വണ്ടിയിലും കയറ്റിയാണ് നമ്മൾ മുന്നിൽ പോലെ തുടങ്ങി. നമുക്ക് പിന്നെ വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരത്തെ എത്തി. അങ്ങനെ പിന്നെ ചെക്കന്റെ എൻട്രിക്ക് കാത്തുന്നത്. അങ്ങനെ ചെക്കൻ വന്നിറങ്ങി. അങ്ങനെ സാബ് പെണ്ണിനെ കാണാനുള്ള കട്ട വെയിറ്റിംഗ് നിൽക്കുമ്പോഴാണ് ചിപ്പുവിന്റെ ഒരു മെയിൻ ആവല്. വല്ലാത്ത ജാതി. അങ്ങനെ പിന്നെ ചന്ത പാടാൻ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. അങ്ങനെ പിന്നെ അവിടെ സ്റ്റേജൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ സ്റ്റേജ് കയറി സാബ് ബൊക്കൊക്കെ കൊടുത്ത് സാബിന് ദമ്മായി. അല്ലെങ്കിലും ഓൻ ദമ്മാവണം, അവൻ്റെ പരിപാടിയാണല്ലോ. അങ്ങനെ പിന്നെ സാബിന്റെ പരിപാടിയാണ് വേണ്ടിയിട്ട് അങ്ങ് വിദേശത്തു നിന്ന് വരെ കോളുകളൊക്കെ വന്നു. ഒരു ചെന്നൈ രാജ, ഒരു കുവൈത്ത് അർബാബ്. കുവൈത്ത് അർബാബിന്റെ മീശ അടിപൊളിയാണ്, കൊടുക്കണ്ടെന്നാവും. ചിലപ്പോൾ ഈ പറഞ്ഞതിനുള്ള പരിപാടിയും ചായ ചിലപ്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ നമ്മളത് മെയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ പിന്നെ നമ്മുടെ പരിപാടിക്ക് 2 സെലിബ്രിറ്റീസുകളൊക്കെ വന്നിട്ടാ. അത് പിന്നെ നമ്മളെ ചെക്കന് പിന്നെ പല ഭാഗത്തും പല ബന്ധങ്ങളുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അന്ന് ഒരു പുത്തിലുള്ള കാര്യമല്ല എന്നാണ് സാബ് പറയുന്നത്. പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കടന്നു. നമുക്ക് പിന്നെ ആകെയുള്ള മെയിൻ പരിപാടി പറഞ്ഞതാണല്ലോ. അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ്. അങ്ങനെ ചെക്കന് പിന്നെ നമ്മളിപ്പം ഇരുത്തി പെണ്ണിൻ്റെ ഒപ്പം ഇരിക്കാനുള്ള പുതിയ പിന്നെ നമ്മൾ വിടുവോ. നമ്മളൊരു വീഡിയോ കൂടി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ചിപ്പൂന് വയറ്റേ നിർബന്ധം. എന്നേക്കോട്ടെ ഞാനും പറഞ്ഞു. അത്രയും കുപ്പി അടിച്ച് മാറ്റിയ പൊലിവിലാണ് മറ്റാൾ. ആ പൊലിവ് ഇപ്പോഴും വിട്ടിട്ടില്ല മുഖത്തൊന്ന്. പോരുമ്പോൾ തന്നെ പറയണ്ടേ വെൽക്കം ഡ്രിങ്ക് കുറച്ച് കുടിച്ചാൽ മതി. അതിന്റെ പൊരുളിപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 2 തട്ട് ചോറും തട്ടിയിട്ട് നീച്ചാൻ കഴിച്ചാത്തൊരവസ്ഥയിലാണ് ചെക്ക ഇരിക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയത്. പിന്നെ നമ്മൾ ഡെസേർട്ടിന് കുറച്ച് ചീരകമുട്ടായി നമ്മൾ കേസിലിട്ടിരുന്നു. ഇവനിപ്പോൾ ഇതെങ്ങനെ കണ്ടു എന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും കുറച്ച് ഗ്യാപ്പും കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് ഫില്ലാക്കാൻ വേണ്ടി പിന്നെ അതും കൂടി എടുത്തായിരുന്നു. അങ്ങനെ പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്ത് കണ്ട് നമ്മളാണ് സ്കൂട്ടായി. അപ്പോൾ ഓക്കെ, ബൈ.